പ്രാർത്ഥിക്കാം. ഇവിടെ വചനത്തിൽ നമുക്ക് മുമ്പിൽ ചേരാം. ഈ സാറിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ ഭാവികളെല്ലാം നമുക്ക് തമ്പുരാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തമ്പുരാനോട് നമുക്ക് അപേക്ഷിക്കാം. സാറിൻ്റെ ജീവിതത്തിലൂടെ തമ്പുരാൻ തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മരിച്ചവനെ ഉറപ്പിക്കുന്നവനെ നിലനിർത്തുന്ന കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമവിധി നാളിൽ കർത്താവെ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം പാകേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റോഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം ലോകപരാഗം നിസഹായാക്കോ മഹിദാശയവൻ പരിപാവനമാ ബലികൾ പോലെ. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഉരുവത്സലരാം സ്ലീഹരുമൊരുപോൽ വിനയാന്യുതരാൻ തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലി പോൽ നാഥ. വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമയങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക്
ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കും? എത്രനാൾ എന്റെ ആത്മാവേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ജീവദായകമായ ശബ്ദത്താൽ അവർ നിലകൊടുക്കുന്നവനും നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കുകയും അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. അവയിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു. എങ്കിലും അവിടുന്നാണ് വീണത്. മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എന്റെ ദൈവം. എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ. ഇതാ ദുരിതം നാമം പൊഴുതുമാണ്. മേങ്ങൽ രാജഭരണം മേങ്ങൽ തിരുമനസ് സ്വർഗത്തിലെ പടേ ഭൂമിയിലുമാണ്.
നടുക്ക് താങ്കൾ അയ്യേ മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം ദൈവത്തിനായി ന്യായാസനത്തിങ്കിൽ എന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ട പിതായുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഏതെങ്കിലും തരത്തിലുള്ളതായ കുറവുകൾ അനുഭവിച്ചിരുന്ന ഒരിക്കലും നല്ലവനായ ദൈവം ഉല്ലാസതയും ക്ഷമിച്ച് സ്വർഗഭാഗ്യം തന്റെ പ്രിയ മകന് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരുതുന്നവർ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തനമേ നല്ല പുറത്തുവലംഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അപകാര്യങ്ങൾക്കൊത്താനും രക്ഷയുയരും നൽകുന്നു. ആകാശഭൂമി നിലതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ല കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസം. പൗരാന്റെ കീർത്തനങ്ങൾ പാടും മൃതരാന്നരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ.
മാമോദിസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തോടാനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നെറ്റുവിരുന്ന് ചേർക്കണമേ. അവരാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ വെറുതെ ജീവൻ ഉദിക്കുന്നു. മൃദുനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭുയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായി എന്നോട് നാദാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി സമാധാനം. നിങ്ങളെ അനുഗമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ശിവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആകാശത്തിലും ഭൂമിയിലും സ്തുതികളാവുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനമതിലേ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനമതിലേ ജഡികാശകളും നീർപ്പോളകൾക്കോ എല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനമതിലേ ജഡികാശകളും നീർപ്പോളകൾക്കോ എല്ലാം മാഞ്ഞടിയുന്നു. ഞാൻ വിളിക്കുന്നു മനുഷ്യരെ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്നാൽ അവൻ കരുണവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപമെല്ലാം അവൻ രക്ഷിക്കും. പരിശുദ്ധാത്മാവിനെ സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഓർമ്മിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രയിക്കപ്പെട്ട കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിധി ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുന്ന നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ മനുഷ്യവംശരക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വനമേഖലകളിൽ മഹത്വത്തോടുകൂടി അഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാന്തത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇവിടെ പോർക്കളത്തിലത്തെ നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം. നിൽക്കും നഗരം ഇവിടെ പോർക്കളത്തിലത്തെ നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാട് വിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാ ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. നാട് വിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാ ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ, ആ കൊട്ടാരം തന്നെ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാം മഹിമയുടെ ദിവനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരത്തോരം ആരാധിച്ചു രക്ഷയുയരും നൽകുന്നു ആകാശമേ ഭൂതലവും താമരമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മകനായുസ്സും പാലും നഗരങ്ങളുടെ പാപങ്ങൾ വായിക്കണമേ നിൽക്കണയാലേ മാമോദീസവഴിയങ്ങേ സുരരാണവരും നോക്കണമേ അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും ശോഭിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരത്തിൽ ചേർക്കണമേ ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ നഗരിൽ ജീവൻ ഉദിക്കുന്നു പരിശുദ്ധാത്മാവിനെ കൈയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം ആദിമുതൽ നീക്കുവാങ്ങേൻ തെളിവായെങ്ങളുടെ മാതാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയായ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ വരമുരുളരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയസഭയിൽ വിണ്ടമെല്ലാം പൊന്നിമുഴങ്ങും കാഹളനാദം ഭൂരിതമല്ലോ സകലത്തിന്റെയും നാഥനും ദൈവമായ യേശുവായി നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകപടിയോടും കൂടെ വാനമേറുന്ന നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച മനുഷ്യരായി കവടം നിന്ന് ഉയർത്തുകയും ദുഷേരങ്ങൾ ഇരുമാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പ്രതീക്ഷിക്കാനുണ്ട് ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ഞാൻ പ്രവർത്തിക്കും. അഗ്നിയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല മരുത്തുവനം ഭാഗേ ആകാശവും ഭൂമിയും നിരേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനവന്റെ കീർത്തനങ്ങൾ പാടും അവരുടെ പാപങ്ങൾ മായ്ക്കണമേ നിന്റെ ദയാളേ. മാമോദീസവഴിയങ്ങി സുരയാണവരെ നോക്കണമേ. സന്തോഷവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. പ്രാർത്ഥനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് ശ്രീവാമാപുത്രൻ റൂഹായി മൃതനാമന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാദങ്ങൾ നിരയായെന്ന് വിധിക്കുന്നേ. കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും വലിയം നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും വലിയം നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം മോഹപരാഗം
സഹാക്യാക്കോ മഹിതാശയതൻ പരിപാവനമാം ബലികൾ പോലെ വിശ്വാസമോടെ നാശം ചെയ്യും ോടും ദേവദൂതങ്ങളുടെ അകമ്പടിയോടും മുടവാനമേ കൃഷ്ണാവും സ്വർഗരാജ്യത്തിന് വാതിലുകൾ തുറക്കപ്പെടുകയും മത്സ്യരക്ഷകരായി പ്രത്യാശാപൂർവമായ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് കൃപയും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ഉള്ളിയുള്ള കർത്താവെ കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ല വലത്തുവനം ഭാവേ. ആരാധിച്ചു ഞങ്ങൾക്ക് ധ്യാനം രക്ഷയോയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ പ്രതനായുസ്സും. പാപങ്ങൾ മായ്ക്കണമേ നിന്ദയാലേ. മാമോദീസവഴിയെങ്കിൽ സുതരാളവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മുകളിൽ ജീവനൊലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാമാപുത്രൻ റോഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ സഭയുടെ നാട്ടിൽ ചേർക്കണം. തീർവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാവങ്ങൾ നിരയായെന്ന് വിധിക്കല്ലേ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോ എല്ലാം മാഞ്ഞടിയുന്നു.
മാറ്റക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അനുപടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയാവുന്ന കുടുംബത്തിൽ നിന്നും ഈ പുല്ലറയിട്ട കുടുംബത്തിൽ നിന്നും ഈ ലോകത്തിൽ തന്നെയും മരണമൂലം ഏതാനും ദിവസം മുമ്പ് കടന്നുപോയ എല്ലാവരും കുട്ടിസ്ഥാനെന്ന് വിളിക്കുന്ന ചേട്ടന്റെ സ്വതസംസ്ഥാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനാണല്ലോ നാം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുജനങ്ങൾക്കും സ്നേഹിതർക്കും എല്ലാവർക്കും എന്റെയും വിദ്യാലയത്തിന്റെയും ഇടവ സമൂഹത്തിന്റെ മുഴുവനും അനുശോചനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒഴിഞ്ഞുചേർന്ന് ഈ മരണാന്ത ശുശ്രൂഷയിലെ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാം. അദ്ദേഹത്തിന്റെ സ്വർഗപ്രവേശം വേഗം സാധ്യമാകട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥനകൾ വഴി നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം. അതിനായിട്ട് ഈ ശുശ്രൂഷകളിൽ ആദ്യന്തം ഭക്തിപൂർവ്വം പങ്കെടുത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത് ശുശ്രൂഷയിൽ ആരംഭിക്കാം. അനുഭവിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താത്ത ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെ നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളാകുന്ന ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എനിക്ക് ആശ്രയം പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഖ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ആദിപിതാനാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമഭിനമണയ്ക്കുന്നു. ഭക്തിനു ശരണം നീയുള്ളോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസമുയർപ്പേകം. ശാന്തി നിലക്കുമരുന്നോ ക്ഷയമുള്ള ക്ഷയനാകും മധ്യതയേവം സകലേശം നിതരാമാക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാമിശിഖ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിതം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ മുക്തമേ നല്ല മരുത്തുവരത്താമേ നൽകണമേ നിത്യായുസ്യം പരമോന്നതമാ
സഹോദരരെ, പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മലാഹായുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവള ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രക്ഷകനായ ദൈവമേ, രാഹുൽ പകരം നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവാദം കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും മനസാക്ഷിയോടെ ഭക്തിയോടെ കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയായി ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകൊള്ളുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മനത്തിന്റെയും നാഥനും പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചെയ്യുക നീ അലസത
വിരസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് ഇളകും കടൽ പോലെ മരണം വരുമൊരു നാൾ ഓർക്കുകമത്യാനി കൂടെ പോയും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാൾ ഓർക്കുകമത്യാനി കൂടെ പോയും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവമപ്പായി പ്രവേശിപ്പിക്കുമാറാകട്ടെ. നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽക്കാലമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽക്കാലമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോ
ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. പ്രിയരെ, പ്രിയമുള്ള ബന്ധുക്കളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സന്തോഷകരവും പുണ്യപൂർണവുമായ 83 വർഷത്തെ മാതൃകപരമായ ജീവിതത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ട നാഥനെ മുഖാമുഖം കാണുവാനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാർ ഇന്ന് നമ്മളിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. വളരെ മാതൃകാപരമായ ജീവിതം കൊണ്ടും മാതൃകാപരമായ എല്ലാ ജീവിതം കൊണ്ടും അനേകർക്ക് മുമ്പിൽ ക്രിസ്തുവിനെ സാക്ഷ്യം നൽകിയ വലിയൊരു വ്യക്തിത്വ ഉടമയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാർ. അനേക കുഞ്ഞുമക്കൾക്ക് അക്ഷരത്തിന്റെ നല്ല വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട് സാറിന് ഉത്സാഹിയായിരുന്നു.
വളരെ മാതൃകപരമായ ജീവിതമായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. പ്രിയമുള്ളവരെ, പല ആൾക്കാരിൽ നിന്ന് മരണത്തെയും മരണാന്ത ജീവിതത്തെയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളായ നാം ഒരിക്കലും മരണത്തെയും മരണാന്ത ജീവിതത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആദ്യമാതാപിതാക്കൾ പാപം ചെയ്ത് പർദീസയിൽ പുറത്തുപോയി മരണം കൈവരിച്ചുവെങ്കിൽ സ്നേഹപിതാവായ ദൈവം ഒരിക്കൽ പോലും അവരെ കൈവിടാൻ തയ്യാറായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ പൂർവ്വദാസന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും എല്ലാം ഇസ്രായേൽ പിതാവുമാണ് ദൈവം സമ്പാദിച്ചപ്പോൾ കാലത്തിന്റെ പൂർത്തിയിൽ തന്റെ സ്വന്തം പുത്രനെ തന്നെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി, പാപം മൂലം ഭൂമിയിൽ അവതരിച്ച മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി പിതാവായി ദൈവം തയ്യാറായി. വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച മിശിഹായാകട്ടെ പാപം ഒഴികെ മറ്റെല്ലാ സാഹചര്യങ്ങളിലും മനുഷ്യനോട് ചേർന്നിരുന്നു കൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹം തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം നമുക്ക് കാണിച്ചു തന്നു. പരിശുദ്ധമായ തിരുവഴിയിൽ കാൽവരിയിലെ ജീവത്യാഗം വഴി മനുഷ്യന്റെ പാപത്തെയും പാപം മൂലം അവതരിച്ച മരണത്തെയും മിശിഹ കീഴടക്കി. മൂന്നാം നാൾ വിജയകരമായി എഴുന്നേറ്റുകൊണ്ട് മരണത്തിന്റെ മേൽ മിശിഹായ്ക്കുള്ള ആധിപത്യം നമുക്ക് കാണിച്ചു തന്നു. മിശിഹായെ വിശ്വസിക്കുന്ന ഏതൊരുവരും മിശിഹായെ പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്നും പിതാവിന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുവാൻ സാധിക്കുമെന്നും മിശിഹ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ മരണത്തെയും മരണാന്ത ജീവിതത്തെയും നമുക്കൊരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, അന്ത്യവിധിയുടെ നാളിൽ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം, നീ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന്. നമ്മൾ ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്തിൽ സങ്കീർത്തനങ്ങളോട് ചേർന്ന് പാടി മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, അവ വെയിലടിക്കുമ്പോൾ വിരിയുകയും പുൽക്കൊടി പോലെ വിരിയുകയും വെയിലടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. നിസ്സാരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്കുള്ളുവെങ്കിലും ഏറെ സ്നേഹത്തോടുകൂടി തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും ഭംഗിയായി നിർവഹിച്ചു കൊച്ചു സാറിനെ പോലെ മാതൃകപരമായ ജീവിതം നയിച്ച് മുന്നേറിയ അന്ത്യവിധിയുടെ നാളിൽ കർത്താവിന്റെ വലതുഭാഗത്തേക്ക് നാം ഓരോരുത്തരും നയിക്കപ്പെടും. വിശുകാര സ്നേഹമുള്ളവരെ, വളരെ പ്രത്യേകമായ വിധത്തിൽ നമുക്കിന്ന് കൊച്ചു സാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നല്ല മാതൃകപരമായ ജീവിതം നൽകി സന്തോഷം നൽകി ജീവിച്ച കൊച്ചു സാറിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ തമ്പുരാൻ കൊടുക്കാറുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാ കൂടാശകളും സ്വീകരിച്ച് വളരെ വിശുദ്ധിയോടുകൂടി തന്നെയാണ് കൊച്ചു സാറ് മരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് സാറ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമുക്കും സാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവരിത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹൃദയാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാൻ പ്രയത്നിക്കും. അവൻ ശബ്ദമയർത്തിയപ്പോൾ ഭൂമികുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർ സ്വന്തകാലത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ
നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാല സത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മതോപരിയാമത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവരോടുകൂടി ആനന്ദത്തിന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പ്രധാനമന്ത്രി മരിച്ചവരെ അർപ്പിക്കണമേ. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട് നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നന്ദി. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഞങ്ങളുടെ പപ്പായുടെ ആത്മശാന്തിയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രധാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും അതോടൊപ്പം തന്നെ കൊച്ചു സാറിനെ ഒത്തിരിയേറെ സ്നേഹിച്ച നല്ലവരായ വിദ്വാംഗങ്ങൾക്കും ബന്ധുപ്രാർത്ഥികൾക്കും ഈ അവസരത്തിൽ പ്രത്യേകമായി കൊള്ളറേറ്റ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത അന്ന നിമിഷം മുതൽ കുടുംബത്തിലേക്ക് കടന്നു വരികയും അനുശോചനം അറിയിക്കുകയും ചെയ്ത എല്ലാ നല്ല ഹൃദയങ്ങൾക്കും ഒറ്റ വാക്കില് കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരുടെ ഭാഗീയമായ പുരോഹിതരെ ദൈവവചനങ്ങളാണ് എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹബന്ധം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്ത് നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ
അവിടെ ശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും
വൈതലിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകനാഥരിൽ നിന്നിതു കേൾക്കും മനുജഭാഗ്യം ദൈവമേ എന്റെ പാവങ്ങൾ കഴിക്കണമേ മരിച്ചുയർപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി പാവങ്ങൾ കഴിക്കളയണമേ എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു ശുദ്ധാത്മാവിന് സ്തുതി ദൈവമേ എന്റെ പാപങ്ങൾ കഴിക്കണമേ മരിച്ചത് ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആത്മീയപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുന്നത് വലതു ഭാഗത്തെത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പകർക്കുന്നവരെ നീതിമാനമായ കർത്താവേ ജീവന്റെ മനത്തിന്റെയും നാഥനം പിതാവും മുതലും വിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വരത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ വേർപ്പുമതീയമായ ജീവൻ നൽകി സ്വർഗരാജ്യമാവുന്ന ഓസ്ട്രേലിയക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിന്ന് വേർപെട്ടുപോയ വിശുദ്ധമായിട്ട് മതിയ ശരീരത്തിലെ അന്നത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്തു. കർത്താവേ മനുഷ്യനാവുക ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ആവുക പരിപാലിക്കണമേ, പ്രധാന പരീക്ഷണമേർപ്പിക്കണമേ. ഇവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പമതിനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാവുന്ന അവസ്ഥയിലേക്ക് സഹോദരനെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മിശ്രമായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വ്രതസംസ്കാരത്തിൽ സഹകരിച്ചവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ക്രമീകരിച്ചിട്ടുണ്ട്. അത് അനുഭവിക്കുക.